എതിർപ്പുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് സഭ വളർന്നു വന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഇടയജനത്തെ നമ്മുടെ ഇടയർ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കല്ലറങ്ങാട്ട് പിതാവ്, അതോടൊപ്പം തന്നെ നമ്മുടെ തലശ്ശേരി അതിരൂപതയിൽ തന്നെയുള്ള തറക്കടവിൽ അച്ഛൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ഇടുക്കി രൂപത മുൻ അധ്യക്ഷൻ ആനിക്കുഴിക്കാട്ടിൽ പിതാവ്, ചില കാര്യങ്ങൾ ഇടയജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുമ്പോൾ അവരെ ഒരു ഭയപ്പെടുത്തി നിശബ്ദരാക്കുക എന്നുള്ളൊരു ഗൂഢലക്ഷ്യം ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നില്ല. ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം സുവിശേഷത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചൊരു ചരിത്രം ഈ ലോകത്തിനില്ല. സഭയുടെ ദർശനങ്ങളെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ച ചരിത്രവും സഭയ്ക്കില്ല. മറിച്ച് ഈ എതിർപ്പുകളുടെ മധ്യത്തിൽ തന്നെയാണ്. ആ എതിർപ്പുകൾ പണ്ടുകാലത്ത് അത് വാളുകൊണ്ട് എതിർക്കുകയായിരുന്നു, തോക്കുകൊണ്ട് എതിർത്തിരുന്നുവെങ്കിൽ ഇന്ന് അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പറ്റാതെ വരുമ്പോൾ അതിനെ ഇപ്രകാരമുള്ള ദുഷ്പ്രചരണങ്ങളിലൂടെ എതിർത്ത് തോൽപ്പിക്കാം എന്നാണ് വിചാരിക്കുക. പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് തിരുസഭയുടെ സത്യവിശ്വാസത്തെ മുറുകെ പിടിച്ച് അതാരെയും ആർക്കും എതിരായ സന്ദേശം സുവിശേഷത്തിലില്ല എന്നുള്ളതാണ് സത്യം. ദൈവം എല്ലാ മനുഷ്യരുടെയും പിതാവാകയാൽ എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. ഈശോ മിശിഹ രക്ഷിച്ചത് ക്രിസ്ത്യാനികളെ മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എല്ലാ മനുഷ്യരുടെയും രക്ഷകനാണ് അവിടുന്ന് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ദൈവം തൻ്റെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഏതൊരു മനുഷ്യൻ്റെ മുഖത്തും ഈശോ മിശിഹായുടെ തിരുമുഖത്തിൻ്റെ ഛായ കാണാൻ പറ്റും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച മതമാണ് ക്രിസ്തുമതം എന്ന സത്യം ഓർക്കുക. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒരു മതം നടത്തുന്നത് പോലെ ഒരു പ്രസ്താവനയായിട്ട് നമ്മുടെ പ്രസ്താവനകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഇപ്പം അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ വിഷയം, ഇവിടെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയവയെക്കുറിച്ച് പിതാവ് പറഞ്ഞു. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല. അതല്ല എങ്കിൽ കേരള പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണും. ഈ കാര്യത്തിന് കേരള പോലീസിൻ്റെയോ കേന്ദ്ര ഏജൻസിയുടെയോ സാക്ഷ്യപത്രം നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എത്രയോ കുഞ്ഞുങ്ങൾ ഇപ്രകാരം ചതിക്കെണിയിൽപ്പെട്ട് തങ്ങളുടെ ജീവിതം വഴിയാധാരമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതിന് ഈ സമുദായവും ഈ സമുദായത്തിൻ്റെ ആചാര്യന്മാരും സാക്ഷികളാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്രകാരം സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സംഘടിതമായ എതിർപ്പിൻ്റെ സ്വരമുയർത്തിയാൽ അതിനെ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളയാനും സഭ നിർബന്ധിതമാകും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പല സന്ദർഭങ്ങളിലും സഭയ്ക്ക് ഈ പ്രസ്താവനകളുടെ ഒപ്പം നിൽക്കാനും അതുപോലെ തന്നെ ഈ എതിർപ്പിൻ്റെ സ്വരങ്ങളെ അവഗണിക്കാനും സഭ നിർബന്ധിതമായത് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിതാവ് പറഞ്ഞതുപോലെ കലർപ്പില്ലാത്ത വിശ്വാസം പ്രഘോഷിക്കുന്നതിൽ ഒരിക്കലും ഭയപ്പെടരുത്. ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ആർക്കും എതിരല്ല. ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിയെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ ആദരിക്കുകയും സ്നേഹിക്കുകയും അതനുസരിച്ച് ജീവിക്കണമെന്ന് വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ ശൈലിയാണ്. ആ നിയമവ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കുള്ള അവകാശം വിനിയോഗിക്കുക തന്നെ ചെയ്യും. അത് ഇത്തരത്തിലുള്ള സംഘടിതമായ എതിർപ്പിൻ്റെ സ്വരം കൊണ്ട് നിശബ്ദമാക്കി കളയാൻ എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ അസ്ഥാനത്താണ് ചിന്തിക്കുന്നത് എന്ന് മാത്രമേ